ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലെ ഒരു ഫിഷിംഗ് സ്പോട്ടിലാണ്. ഫിഷിംഗ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സ്പോട്ടൊന്നുമല്ല. ഇവർക്ക് എന്തൊക്കെയാണ് കിട്ടിയ ഹമൂറ് കിട്ടി, പിന്നെ ഒരു വലിയൊരു കുഴപ്പമില്ലാത്ത സൈസ് ഒരു ക്രീമൊക്കെ കിട്ടിയ ഒരു സ്പോട്ടിലാണ്. ഇതൊക്കെ ഇവിടുന്ന് കുക്ക് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അവരുടെ പേരെന്ന് പറയാം. എൻ്റെ ഒരു റാസിം. സോ ഇവർ 3 പേര് കൂടിയിട്ട് ഇവിടെ ഒരു ചാനലുണ്ട്. അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇനി എൻ്റെ വണ്ടിയുടെ ഓവർ ഹീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുന്നേ ഈ ഒരു സ്പോട്ട് ഞാൻ ഒന്ന് വിശദമായിട്ടൊന്ന് കാണിച്ചു തരാം. അതിമനോഹരമായ ഒരു സ്പോട്ട്. അതെ, പക്ഷെ ഇത് ഇവിടെ ലീഗലാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ലൈസൻസ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അതെ അല്ലേ, ഇവിടെ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് ഫിഷ് ചെയ്യുന്നതാണ്. സോ ഇവരെ കണ്ടന്റ് ലൈക്ക് ചെയ്യുക. എനിക്ക് നിങ്ങൾ തരുന്ന പ്രോത്സാഹനം ഇവർക്കും കൊടുക്കുക. വലിയ കപ്പലൊക്കെ ഇപ്പോൾ പോയി. കപ്പലല്ലേ അതല്ലേ, കപ്പൽ തന്നെയായിരുന്നോ? കപ്പലൊക്കെ പോകുന്നുണ്ട്. സോ അങ്ങനെ കണ്ട് ഒരു വൈകുന്നേരമൊക്കെ വന്നിട്ടൊന്ന് ഫിഷ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണ്. ഇവരെ ആയുധങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഇവർ കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷേ എനിക്ക് ടൈമില്ല, അതുകൊണ്ട് ഞാൻ പോവാ. ഇവരുടെ വീഡിയോ തന്നെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ, അധികം ആളും ബഹളമൊന്നുമില്ല. അതേപോലെ കുറച്ച് വിജനമായ ഒരു അറ്റ്മോസ്ഫിയർ നോക്കി വന്നതാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോഴാണ് അവിടെ പരിചയപ്പെട്ടത്. അവരുടെ കൂടെ ഫിഷിങ്ങിനൊക്കെ പോകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർ ബോട്ടൊക്കെ പിടിച്ച് ഫിഷ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് ഒരുമിച്ചിട്ട്. സോ അങ്ങനെയൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അവരുടെ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരാം. സോ ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ കണ്ടെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ എഞ്ചിന് ഓൾമോസ്റ്റ് 3000 ദിറംസോളം സ്പെൻഡ് ചെയ്തിട്ട് ഓവറോൾ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെയൊക്കെയാണ് എക്സ്പെൻസ് വന്നത്, അതുകൂടാതെ ഈ ഞാനെടുത്ത തീരുമാനം കറക്റ്റായിരുന്നോ അതോ വേറെ ഏതെങ്കിലും എഞ്ചിന് മാറ്റുന്നതായിരുന്നോ നല്ല തീരുമാനം ഉള്ളത് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കൂടാതെ ഈ V6 എഞ്ചിൻ്റെ കുറച്ച് പോരായ്മകൾ, അതേപോലെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ എഞ്ചിന് V6 3.5 ലിറ്റർ, അതായത് 6 സിലിണ്ടറുള്ള 3.5 ലിറ്റർ ഡുവൽ ഓവർ ഹെഡ് ക്യാം ടെക്നോളജിയോട് കൂടിയ എഞ്ചിനാണ്. വേരിയബിൾ വാൾവ് ടൈമിംഗ് ഉണ്ട്, 24 വാൾവ്സ് ഉണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനാണ്, പക്ഷേ എങ്കിൽ പ്യുവർലി നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ടർബോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ നിസാൻ്റെ തന്നെ കുറച്ച് ഫേമസ് ആയ എഞ്ചിൻ്റെ സീരീസുകളിൽ ഒന്നാണ്. VQ35D എന്ന് പറഞ്ഞ ഒരു ഫ്ലാഗ്ഷിപ്പ് എഞ്ചിൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ VQ35HR ഉണ്ട്. ആ ഒരു സീരീസിൽ വരുന്നതാണ് VQ35 എന്ന് പറഞ്ഞ ഈ സീരീസ് എഞ്ചിന്. ഇത് നിസാൻ്റെ തന്നെ 50EZ എന്ന് പറഞ്ഞ കാറിൽ, അതുകൂടാതെ മാക്സിമയിലൊക്കെ ഉള്ള എഞ്ചിനാണ്. സോ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. ഇനി ഇതിൻ്റെ V6 എഞ്ചിൻ്റെ കുറച്ച് പോരായ്മ, അതുകൂടാതെ ഇതിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം എക്സ്പെൻസ് വന്നതെന്ന് ഞാൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഇൻലൈൻ സിലിണ്ടർ ആണെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ ഇത്രയും എക്സ്പെൻസ് ഒന്നും വരില്ല. V6 ആയതുകൊണ്ടാണ് ഇത്രയും എക്സ്പെൻസ് വന്നത്. എഞ്ചിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കുറച്ച് ഫ്യൂൽ കൺസപ്ഷൻ കുറച്ച് കുറവായിരിക്കും. പിന്നെ കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്. ഈ V6 V8 ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം എൻ്റെ കേസിൽ അവർ കണ്ടെത്തിയ 2 കാര്യങ്ങളിൽ, ഒന്ന് റേഡിയേറ്റർ ക്ലോഗ്ഡ് ആയിരുന്നു. രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഹോസ് പൈപ്പ്സൊക്കെ ബ്ലോക്ക്, അതുകൂടാതെ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പൈപ്പിലൊക്കെ. ഇപ്പം ഇതിൻ്റെ കേസിൽ ത്രോട്ടൽ ബോഡിയൊക്കെ കൂൾ ചെയ്യുന്ന ഒരു പൈപ്പൊക്കെ ഉണ്ട്, അതൊക്കെ പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ അതിൻ്റെ കുറച്ച് മെറ്റൽ പാർട്ടിക്കിൾസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. സോ അതൊരു കാരണമാവാം. പിന്നെ അതുകൂടാതെ വർക്ക്ഷോപ്പിലെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ആണല്ലോ എക്സ്പീരിയൻസ്. അപ്പോൾ സോ അവർ പറഞ്ഞ കാര്യങ്ങളും കൂടി നമ്മൾ കേൾക്കണം. പണ്ട് എപ്പോഴും ഹീറ്റായിട്ടൊക്കെ പ്രശ്നങ്ങളുള്ളതാണ്. അല്ലാണ്ടൊന്നും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഹീറ്റായിട്ട് ഇത് പ്രശ്നം വരില്ല. ഞാൻ ട്രാഫിക്കിൽ നിർത്തി പോകുന്നതല്ലായിരുന്നു, സ്പീഡ് പോകുന്ന സമയത്ത് തന്നെയാണ് ഓവർ ഹീറ്റ് ആയത്. സോ അതായിരിക്കണം കാരണം. പിന്നെ ഹോസ് 2 ബേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹോസ് ബേസ്റ്റ് ആയിട്ടുണ്ട്, ഒന്നിന് ചെറുങ്ങനെ ലീക്കും ഉണ്ട്. ഇതേപോലെയുള്ള പഴയ കാറ് കുറച്ച് കാലം ഓടിയിട്ടുള്ള, ഇതിപ്പോൾ 2012 മോഡലാണ്, 2 ലക്ഷം കിലോമീറ്റർ ഓടിയ കാറാണ്. സോ ഇങ്ങനെയുള്ള കാർ ചീപ്പായിട്ട് കിട്ടുമ്പോൾ ഇതൊരു ബോംബ് കൊണ്ടു നടക്കുന്ന പോലെയാണ്. ഏത് സമയം വേണമെങ്കിലും പൊട്ടാം. കറക്റ്റ് സൂക്ഷിച്ച് കൊണ്ട് നടന്നില്ലെങ്കിൽ ഇത് പൊട്ടും. സോ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് എന്താ പറയുക മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇങ്ങനെയുള്ള പഴയ കാർ വാങ്ങിക്കാൻ. ഇപ്പോൾ എൻ്റെ കേസിൽ ഇപ്പോൾ ഓവർ ഹീറ്റിംഗ് ആയിരുന്നു. ഭാഗ്യത്തിനൊന്നും വേറെ ഒന്നും പറ്റിയില്ല. ഇപ്പോൾ പൈസ കൊടുത്ത് തീരാവുന്നേ ഉള്ളൂ, ആക്സിഡൻ്റ് ഒന്നും പറ്റിയില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് എഞ്ചിനുള്ളായാലും പഴയ കാറാകുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം. പ്രോപ്പറായിട്ടുള്ളൊരു മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ വെറും ഓയിൽ ചേഞ്ച് മാത്രമല്ല, കഴിയുന്നത് ഇതേപോലെയുള്ള എല്ലാ കമ്പണൻസും നോക്കുക, ചെക്ക് ചെയ്യുക. ഞാനിങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇടയ്ക്കിടയ്ക്കായിട്ട് വണ്ടിയിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. ഓയിൽ ചെക്ക് ചെയ്യുക, അതുകൂടാതെ കൂളൻ്റൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഹോസ് താഴെയുള്ള ഹോസൊന്നും കണ്ടില്ല, ഹോസാണ് ബെസ്റ്റ് ആയത്. സോ ഇങ്ങനെയുള്ള എന്താ പറയുക, എന്തോ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ കുറച്ചൊരു ക്യാഷ് ഇതേപോലെയുള്ള വണ്ടി വാങ്ങിക്കുമ്പോൾ കയ്യിലൊരു എക്സ്ട്രാ ആയിട്ട് കരുതി വെക്കുന്നത് നല്ലതായിരിക്കും. അതാണ് ഒരു സജഷൻ എൻ്റെ ഭാഗത്ത്. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിലാണ് പെട്ടെന്ന് മെയിൻ്റെനൻസ് വരിക, വിചാരിക്കാത്ത തരത്തിലുള്ള പ്രോബ്ലംസ് വരും.
പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ വിചാരിച്ചത് പൈസയിൽ നിൽക്കുകയും ചെയ്യില്ല. ഇപ്പോൾ ഇതിൻ്റെ തന്നെ വണ്ടീൻ്റെ എഞ്ചിന് ഊരിയപ്പോൾ ഇത് കൂടാതെ ഇതിൻ്റെ ബുഷിംഗ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി. 2 ഷോക്ക് അബ്സോർബർ മാറ്റി. നല്ല വണ്ടി കിട്ടിയെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഏത് സമയത്ത് വേണമെങ്കിലും പ്രോബ്ലംസ് വരാം. പക്ഷേ ഒരു പരിധി വരെ നമുക്ക് കറക്റ്റായിട്ട് ഒരു വർക്ക്ഷോപ്പ് കൊണ്ട് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് നടക്കാൻ പറ്റും. ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് മാറ്റണം എന്നുള്ള സാധനം എന്തായാലും മാറ്റുക. അതുപോലെ പോക്കാന്ന് ഇനി അടുത്ത പണി കിട്ടാൻ സാധ്യത എന്നുള്ളതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വെക്കുക. 2-3 ഷോപ്പിലൊക്കെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ പൈസേൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പക്ഷേ കഴിയുന്നത് ഒറിജിനൽ മലേഷ്യൻ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ല. തീരെ ലോ ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കരുത്. സോ ഗൈസ്, ഇനി V6 എഞ്ചിൻ്റെ ഒരു അവലോകനം. എന്തുകൊണ്ടാണ് V6 എഞ്ചിനുള്ള വണ്ടികൾ എക്സ്പെൻസ് ആകുന്നത്, അത് എന്തുകൊണ്ടാണ് എൻ്റെ വണ്ടീൻ്റെ ഹെഡ് ഗാസ്കറ്റ് പോയി എന്ന് ഉറപ്പിച്ചത് എന്നൊക്കെ പറയാം. ഈ ഹെഡ് ഗാസ്കറ്റ് പോയി എന്ന് ഉറപ്പിക്കാൻ കാരണം എൻ്റെ ഇതിൽ ഫസ്റ്റത്തെ ഒന്ന് വണ്ടീൻ്റെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അത് മുളകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഒരു സിംറ്റം ആയിരുന്നു ഇതേപോലെ ഹെഡ് ഗാസ്കറ്റ് പോയതാണ്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന ക്യാപ്പ് ഊരിയപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം മിക്സ് ചെയ്തിട്ടുള്ള ഓയിലാണ് വന്നത്. അപ്പോൾ അവർ ഉറപ്പിച്ച് ഇതാണെന്ന്. പിന്നെ പിസ്റ്റം പിടിച്ചൊരവസ്ഥയാണ്, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. പിന്നെ ഇതേപോലെയുള്ള വണ്ടി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ 1-2 തവണ സ്റ്റാർട്ടാക്കിയിട്ട് പിന്നെ നിർത്തിയാക്കണം. പിന്നെ അധികം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. അതുകൂടാതെ ഫാനൊന്നും ഇട്ട് വെക്കരുത്. എൻ്റെ ബാറ്ററി ഡ്രെയിനായി പോയിരുന്നു. അപ്പോൾ പിന്നെ ഫാൻ ഇട്ട് വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രാക്കാനൊക്കെ ബാറ്ററി ഡ്രെയിൻ ആവും. ബാറ്ററി ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രാക്കാനോ ഇതിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടി ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളെപ്പോഴും ഈ വണ്ടീൻ്റെ എങ്ങനെയാണ് ഇത് ന്യൂട്രാക്കുന്നതെന്നുള്ളൊരു ഇത് കണ്ടെത്തണം. ഇപ്പോൾ എൻ്റെ വണ്ടീൻ്റെ കേസിൽ ഇവിടെ ഒരു ഇത് ആക്സസ് ഉണ്ട്. ഈ ആക്സസിൽ ഒരു പിന്ന് ഇട്ടിട്ട് വേണം, പിന്നെ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ ഒന്നും കുത്തിക്കഴിഞ്ഞാൽ ഇത് പാർക്കിംഗ് ന്യൂട്രലിലേക്കാവും. അപ്പോൾ ബാറ്ററി ഡ്രെയിനായി കഴിഞ്ഞാൽ പാർക്കിംഗ് ന്യൂട്രാക്കുക, റിക്കവറി കൊണ്ടുപോകുക എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു വെക്കണം. അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അധികം സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. അത് കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ഈ V6 എഞ്ചിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും V6 എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് 6 സിലിണ്ടർ ഉണ്ട്. അപ്പോൾ 6 പിസ്റ്റൺ വന്ന്, 6 സ്പാർക്ക് പ്ലഗ് വന്ന്, 6 കോയിൽ വന്ന്, പിന്നെ ഓയിൽ എക്സ്ട്രാ വേണ്ടി വരും. കാരണം ഇത്രയും വലിയ എഞ്ചിനായി മാറി. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈനായി. ഇതിൻ്റെ കേസിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിൻ്റെ വാട്ടർ പമ്പിൻ്റെ ആക്സസിന് തന്നെ നമ്മൾ ഇതിൻ്റെ കംപ്രസർ ഊരണം, ഓൾട്ടർനേറ്റർ ഊരണം, എയറിംഗ് പമ്പ് ഊരണം, ബെൽറ്റ് എല്ലാം, പുള്ളീസ് എല്ലാം ഊരണം. പിന്നെ ടെൻഷനറൊക്കെ ഊരിയിട്ട് വേണം ഈ ടൈമിങ്ങിൻ്റെ കവർ ഊരാൻ. ഈ ടൈമിങ്ങിൻ്റെ കവറിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വാട്ടർ പമ്പ് ഉള്ളത്. അതായത് ടൈമിംഗ് ചെയിൻ്റെ ഒരു ഗിയറിലൂടെയാണ് ഡ്രൈവ് ചെയ്യുന്നുള്ളത്. ടൈമിങ്ങിൻ്റെ ആക്സസ് കിട്ടാണ്ട് ഈ വാട്ടർ പമ്പ് ആക്സസ് ഇല്ല. പിന്നെ അതുകൂടാതെ ലോവറിൽ ഇപ്പോൾ എഞ്ചിൻ ഊരുന്ന സമയത്ത് ലോവറിലുള്ള ലോവർ ആം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സപ്പോർട്ടൊക്കെ ഊരിയിട്ട് വേണം ഈ എഞ്ചിൻ ആക്സസ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് കുറച്ച് എക്സ്പെൻസ് ആയത്. പിന്നെ എല്ലാ വണ്ടിയും എഞ്ചിനും ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ എഞ്ചിൻ ഇറക്കേണ്ടി വരില്ല. ചിലതിനൊക്കെ ഹെഡ് ഗാസ്കറ്റ് സീലർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന് ഫ്ലൂയിഡാണ്. അത് പിന്നെ കൂളൻ്റെ റിസർവറിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂളൻ്റെ കൂടെ പോയിട്ട് ഈ ഗ്യാസ്കറ്റിൻ്റെ സീൽ ചെയ്യും. സോ അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ കംപ്രഷൻ ടെസ്റ്റൊക്കെ വെച്ചിട്ട് ചെയ്യാനുള്ള മെത്തേഡൊക്കെ ഉണ്ട്. ഗാസ്കറ്റിൻ്റെ സെറ്റിന് തന്നെ ഏകദേശം 600 ദിറോളം വന്ന് നല്ല ഒറിജിനൽ ജാപ്പാനീസിനെ തന്നെ വാങ്ങിച്ചിടുക ഇങ്ങനെയുള്ള സംഭവത്തിന്. പിന്നെ 6 സ്പാർക്ക് പ്ലഗ് മാറ്റണം. ഞാൻ പറഞ്ഞ പോലെ കോയിലൊക്കെ ഇങ്ങനെയുള്ള വണ്ടീൻ്റെ കരിഞ്ഞിട്ടുണ്ടാവും ഹീറ്റായി കഴിഞ്ഞാൽ. അതാണ് ഈ ഹീറ്റായ വണ്ടീൻ്റെ വേറൊരു പ്രോബ്ലം. അടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിസ്റ്റൺ റിങ് മാറ്റേണ്ടി വരും. പിന്നെ ഇങ്ങനെയുള്ള വണ്ടി എഞ്ചിന് ഇറക്കി കഴിഞ്ഞാൽ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഈ ഹെഡ് ഗാസ്കറ്റ് നിൽക്കുന്ന സ്ഥലം മെഷീനിങ് ചെയ്യണം. എന്നിട്ട് അത് സ്മൂത്ത് ആക്കണം. അല്ലെങ്കിൽ നല്ലോണം സാൻഡ് പേപ്പറൊക്കെ ഇട്ട് എഴുതിയിട്ട് നല്ല സ്മൂത്ത് ആക്കണം. സോ അതൊക്കെ അവർക്കൊരു എക്സ്ട്രാ എഫേർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ലേബർ ചാർജ് കുറച്ച് കൂടും. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഇരിക്കുന്ന പ്ലെയിൻ ബെയറിംഗ് മാറ്റാൻ പറയും. അത് മാറ്റുക. സോ വർക്ക്ഷോപ്പ് അവർ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അത് ചെയ്യുക. അതൊക്കെയാണ് ചിലവ് വരിക. പക്ഷേ ആ ചിലവ് നിങ്ങൾ വിചാരിക്കുന്നത് വർക്ക്ഷോപ്പുകാർ നിങ്ങളെ പിഴിഞ്ഞത്. പക്ഷേ അതൊക്കെ ഈ ഒരു എഞ്ചിൻ ഇറക്കുന്ന സമയത്ത് അതിനൊന്നും ഒരു കോംപ്രമൈസും ചെയ്യരുത്. സോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവങ്ങൾ. പിന്നെ ഓരോ സാധനങ്ങൾ അവർ മാറ്റട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പം വാൾവ് കവർ എന്തായാലും മാറ്റേണ്ടി വരും. വാൾവ് കവർ ചൂടായിട്ടുണ്ടാവും. ഞാനത് ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കി. കാരണം ഈ ഹെഡ് ഗാസ്കറ്റിൻ്റെ സെറ്റ് വരുന്നത് ഒരു സെറ്റിൽ എല്ലാ സാധനങ്ങളുണ്ടാവും. സ്റ്റെമ്മ്, അതുകൂടാതെ ഇതിന് വേണ്ടുന്ന എല്ലാ പാക്കിംഗ് ഉണ്ടാവും. അതുകൂടാതെ എല്ലാ ഗാസ്കറ്റും ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് ഒപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പക്ഷേ അത് പിന്നീട് എനിക്ക് പണി തന്ന് വണ്ടി ഓട്ടത്തിൽ വൈബ്രേഷൻ വന്ന് RPM വേരിയേഷൻ വന്ന് നോക്കുമ്പോൾ ഈ വാൾവ് കവറിൻ്റെ ഒരു നടുക്കത്തെ ഈ നമ്മളെ കോയിൽ സീറ്റാകുന്ന സ്ഥലത്ത് ചെറിയൊരു ലീക്ക് വന്നിട്ട് അത് സ്പാർക്ക് പ്ലഗിലേക്ക് ഓയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സ്പാർക്ക് പ്ലഗിന് കറക്റ്റായിട്ടുള്ളൊരു സ്പാർക്ക് കൊടുക്കാനുള്ള ഇതില്ലാത്തതുകൊണ്ട് തന്നെ വണ്ടി നല്ല വൈബ്രേഷനുമായി ഞാൻ പേടിച്ചു പോയി. വണ്ടി ഇനി വീണ്ടും ഇറക്കേണ്ടി വരുമെന്ന്. സോ അതൊരു പൈസ ലാഭിക്കാൻ നോക്കുന്നത് തെറ്റിൻ്റെ പണി കിട്ടും. സോ അങ്ങനെ ഒരു ചിലവ് വരും. അതിൽ ഒരു കോംപ്രമൈസും വരുത്തരുത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവങ്ങളൊക്കെ വരുമ്പോൾ എല്ലാ ഫ്ലൂയിഡും മാറ്റേണ്ടി വരും. സോ അങ്ങനെ ഒരു എക്സ്പെൻസ് വന്നു. അതൊക്കെ എക്സ്ട്രാ ആണ്. അതായത് സാധാരണ ഒരു ഇൻലൈൻ സിലിണ്ടറിനേക്കാൾ കൂടുതലായിരിക്കും. സോ ഇങ്ങനെയൊക്കെയാണ് V6 എഞ്ചിന് ആകുമ്പോൾ കുറച്ച് പോരായ്മ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഭാഗ്യത്തിന് ടർബോ ഇല്ല. അതുകൊണ്ട് ടർബോൻ്റെ സാധനങ്ങൾ മാറ്റേണ്ട അതൊന്നും വന്നിട്ടില്ല. പിന്നെ എല്ലാ പാക്കിങ്ങും മാറ്റേണ്ടി വരും. ലൈക്ക് തെർമോസ്റ്റാറ്റ് മാറ്റണം. തെർമോസ്റ്റാറ്റിൻ്റെ പാക്കിങ് മാറ്റണം. തെർമോസ്റ്റാറ്റ് സ്റ്റക്കായി കഴിഞ്ഞാലും ഇതേപോലെ എഞ്ചിന് ഓവർ ഹീറ്റായിട്ട് കാണിക്കാത്ത അവസ്ഥ വരും. എൻ്റെ കേസിൽ തെർമോസ്റ്റാറ്റൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കാറൊക്കെ വെച്ച് ഒപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ അങ്ങനെ കാറുണ്ടെങ്കിൽ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരാഴ്ചയൊക്കെ പിടിക്കും. ഈ എഞ്ചിന്
ഓവറോൾ ചെയ്തിട്ട് തിരിച്ചു കിട്ടാൻ. അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് അബദ്ധം പറ്റും. ഒരു സാവകാശം കൊടുക്കണം. മിക്ക ആൾക്കാർക്കും വർക്ക്ഷോപ്പുകാരെ മുഴുവനായിട്ട് വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ കഴിയുന്നത് കമ്പണൻസ് ഒക്കെ മാറ്റണം എന്ന് പറഞ്ഞാൽ മാറ്റുക. എല്ലാം ജപ്പാനിൻ്റെ ഒറിജിനൽ തന്നെ വാങ്ങിക്കുക. 200 ദിനത്തിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്നാലും മാറ്റുക. ഇനി ഓരോ സാധനത്തിന് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളത് ഞാൻ ഈ V6 എന്ന് പറഞ്ഞാൽ ഒരുവിധം നിസാൻ്റെ കുറച്ച് ഫേമസ് ആയ എഞ്ചിനാണ് ഞാൻ പറഞ്ഞത്. പാത്ത് ഫൈൻഡറിലൊക്കെ ഉള്ള എഞ്ചിനാണ് ഈ V6. ഇതേ കോൺഫിഗറേഷൻ തന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു കമ്പയർ ചെയ്യാൻ പറ്റും. പാർട്സിൻ്റെ ഒക്കെ പ്രൈസ് ഞാൻ അതുകൊണ്ട് ഒരു വേർഡ് ഫോർമാറ്റ് ആയിട്ട് അങ്ങനെ അറ്റാച്ച് ചെയ്യാം. പിന്നെ എഞ്ചിന് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ എക്സ്പാൻഡ് ആവുക ചെയ്യുക. അപ്പോൾ പിസ്റ്റൺ എന്ന് പറഞ്ഞ സാധനം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുക. അപ്പോൾ ചൂട് കൂടിയിട്ട് അത് എക്സ്പാൻഡ് ആവും, അതിൻ്റെ താങ്ങാവുന്ന കപ്പാസിറ്റിനെ കൂടുതലായിട്ട്. എന്നിട്ട് അത് സിലിണ്ടറിൻ്റെ ബോറിന് സ്ക്രാച്ച് വരുത്തും, അതിൻ്റെ വോളിലൊക്കെ സ്ക്രാച്ച് വരുത്തും. സോ അതുകൊണ്ട് അത് മെഷീൻ ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഒരു 500 ദിനോളം എക്സ്പെൻസ് വരും. അത് നല്ല ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ലെയ്ത്ത് കൊണ്ടുപോയിട്ട് അത് ഫിനിഷ് ചെയ്യണം, അഥവാ സ്കിമ്മിങ് ഒക്കെ ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു എക്സ്പെൻസ് നിങ്ങൾ കരുതിയിരിക്കണം. അതിനുശേഷം അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റൻ്റെ റിങ്ങിന് പകരം കുറച്ച് വലുതായിട്ടുള്ള പിസ്റ്റൻ്റെ റിങ് ഇട്ടിട്ടാണ് ഈ ഒരു കംപ്രഷൻ കറക്റ്റ് ആക്കുക. സോ അതൊക്കെ ക്വയറ്റ് നോർമലാണ്, അതൊക്കെ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് കംപ്രഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക സക്സസ് ആയി. അപ്പോൾ അഥവാ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എഞ്ചിന് മാറ്റേണ്ടി വരും. അപ്പോൾ ഇത്രയും കൂടിയിട്ട് തന്നെ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഐ വാസ് വെരി ലക്കി, അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ ടൈമിംഗ് ചെയിന് കറക്റ്റ് ടൈമിംഗ് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ നല്ല വർക്ക്ഷോപ്പ് നോക്കി കണ്ടെത്തുക. ഇപ്പോൾ ഞാൻ ഈ വർക്ക്ഷോപ്പിൽ ഇതിന് മുന്നേ 2-3 തവണ ഓയിൽ ചേഞ്ചിനൊക്കെ പോയിട്ട് അവിടെ ഇവിടുന്ന് ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വർക്ക്ഷോപ്പ് തന്നെ നോക്കി സെലക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളത് എന്നൊക്കെയാണ്. അവിടെ ഇതിനേക്കാളും വലിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഈ വണ്ടി അവിടെ കൊണ്ടിട്ടത്. ഞാൻ പറഞ്ഞില്ല, ഒരു വർക്ക്ഷോപ്പായിട്ട് ടൈപ്പ് ആണെന്ന് മനസ്സിലുള്ള ടെക്നീഷ്യന്മാരായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അപ്പോൾ ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എഞ്ചിനൊക്കെ ഊരിയതിന് ശേഷമായിരിക്കും അവർ പറയേണ്ടത് കംപ്രഷൻ കിട്ടുന്നില്ല, നിങ്ങൾ മാറ്റണം, അല്ലെങ്കിൽ ഇന്ന് ക്രാക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വയറ്റ് നോർമലാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും സമയത്തുള്ള പൈസ ലേബർ ചാർജും പോകും, പിന്നെ പുതിയൊരു എഞ്ചിന് വാങ്ങിക്കേണ്ട ഇതും വരും. അത് ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിയിട്ടില്ല. സോ എല്ലാം കൊണ്ടും എൻ്റെ കാര്യങ്ങളൊക്കെ സക്സസ് ആയിരുന്നു. വണ്ടി ഇപ്പോൾ ഓടുന്നുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഈ വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്യാം. ഒരു നല്ല ഇങ്ങനെയുള്ള വണ്ടി നിങ്ങളോട് ഞാൻ എത്രമാത്രം സജസ്റ്റ് ചെയ്യുന്നത് വാങ്ങിക്കണോ വേണ്ടതെന്നുള്ളത്. അതുവരെ ഞാൻ കുറച്ചൊന്നും ഇതൊന്ന് ഓടിച്ച് നോക്കട്ടെ. എന്നിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. ഇങ്ങനെ ഒരു വീഡിയോ ആക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതേപോലെ കുറേ വീഡിയോ എടുക്കാൻ വർക്ക്ഷോപ്പുകാരനൊക്കെ ഏൽപ്പിച്ചിട്ടൊക്കെ അവരൊക്കെ തന്ന വീഡിയോ ഒക്കെ അറ്റാച്ച് ചെയ്യുന്നത് അത്ര കാണാൻ വലിയ ഭംഗിയുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. അതേപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായുള്ള അനുഭവങ്ങളും വളരെ നല്ലതൊന്നും ആയിരിക്കില്ല. സോ അത് വീഡിയോന് അത്ര വലിയൊരു സംഭവം കാണാനൊന്നും ഇല്ലാന്ന് വെച്ച് ഇതാകരുത്. ഇത് നിങ്ങൾക്ക് എപ്പോഴായാലും വണ്ടി കൊണ്ട്, പഴയ വണ്ടിയും കൊണ്ട്, അതേപോലെ V6 ആയിട്ടുള്ളതായാലും ഇൻലൈൻ ആയിട്ടുള്ള ഒക്കെ ഉള്ള വണ്ടിയും കൊണ്ടൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു അറിവ് തന്നെയായിരിക്കും ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് കമ്പണൻസിനെ കുറിച്ചൊക്കെ അറിയാനും പറ്റും, കുറച്ചൊക്കെ അറിവൊക്കെ കിട്ടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി ചെയ്യുക. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ ഉണ്ടാക്കാനുള്ള പ്രചോദനം ഉണ്ടാവുള്ളൂ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ഒന്നും കൂടി പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.